അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിലി സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ലഹരി ഇടപാടിനിറങ്ങിയാൽ ഇനി മുതൽ സ്വത്തുക്കളും നഷ്ടമാകും. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചകേട്ടവർക്കാണോ കേസ്? ലഹരി കടത്തിന് പിടിയിലാകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടി പോലീസ് ശക്തമാക്കുന്നു. ഒരു മാസത്തിനിടെ 98 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിടാ. ചേട്ടൻ ഇതുണ്ടോ? നമുക്ക് വളയ്ക്കല്ലടാ. 84 വാഹനങ്ങൾ പിടിച്ചെടുത്തപ്പോൾ 14 പേരുടെ ഭൂമിയും വീടും കണ്ടുകെട്ടി. എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ 3 ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. അപ്പൻ എന്നതേ പറയുന്നത്? ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാനും പറയാൻ വന്നത്. ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുകളുടെ പേരിലായിട്ടിരിക്കുന്നത് ചഞ്ചൽ. ഇത് എന്റെ ലോറികളെ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? 28 പേരുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചു. ലഹരി കേസിൽ പിടിയിലാകുന്നതിന് 6 വർഷം മുൻപ് വരെ നേടിയ സ്വത്തുക്കൾ ഇത് മുഴുവൻ ലഹരി ഇടപാടിലൂടെ സ്വന്തമാക്കിയതാണെന്ന് കണക്കാക്കിയ ഇവയാണ് കണ്ടുകെട്ടുന്നത്. ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ എന്തിനാ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന? സാറേ, ഇവനെന്റെ കുഞ്ഞുമാടെ മോനാണ് സാറേ. ഇവനെ അറിയാം. ഇവ എന്റെ അടുത്ത് നിന്നേ. സാറേ, എന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചാണ് സാറേ അവൻ. അവനെ അറിയാലോ. ബിഞ്ചു, ഗുഡ് മോർണിംഗ്. ബിഞ്ചു സൂചിപ്പിച്ചത് തന്നെയാണ്, ലഹരിയെ നമുക്ക് എങ്ങനെയും തടയിട്ടേ പറ്റത്തുള്ളൂ. അത് പല രാജ്യങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഒറ്റമൂലി മേടിക്കാൻ വേണ്ടി വന്നതാ. കള്ളം പറയുന്നടാ. ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂലി. അയ്യോ അല്ലേ സാർ, ഇത് വിദേശത്തുനിന്ന് വരുവാ. വിദേശത്തുനിന്നോ? രാജസ്ഥാനിൽ നിന്ന്. ട്രെയിനിൽ ആളിപ്പോ കൊണ്ടുവന്നേ. അങ്ങനെ ജാമ്യം കിട്ടി ഇറങ്ങിയാലും പെരുവഴിയാകും അല്ലെങ്കിൽ വഴിയാധാരമാകും എന്നൊരു സന്ദേശമാണ് ഈ സ്വത്ത് കണ്ടുകെട്ടിലൂടെ നൽകുന്നത്. അതിപ്പോൾ തന്നെ 98 പേരിലേതായി. അയ്യടാ, നീ ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? എടാ ഊതടാ. സാറ് നല്ല സുന്ദരാ കേട്ടോ. എടാ, എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പിടികിട്ടാ പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID ബുസ പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച, ഇതുകൂടി കുറിച്ചോ. അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്ന്. അവൻ ഇതിന്റെ ഉള്ളിൽ നൂരിപ്പോയി. വിടരുത് അവനെ.